മനുഷ്യരുൾപ്പെടെ ഒരുപാട് ജീവികളിൽ കണ്ടുവരുന്ന ജീവന് പോലും ആപത്താവുന്ന ഒരു പ്രശ്നമാണ് നാടവിര അഥവാ ടാപ്പ് വർമുകളുടെ ശല്യം. ഈ വിരകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നും ഇവർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാവുക എന്നും ഈ വീഡിയോയിലൂടെ നോക്കാം. ടാപ്പ് വർമുകൾ ശരിക്കും പാരസൈറ്റുകളാണ്. അതായത് ഭക്ഷണത്തിനും പ്രജനനത്തിനും സംരക്ഷണത്തിനുമെല്ലാം മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികൾ. ഇവർ സാധാരണയായും പന്നികൾ, പശുക്കൾ, മത്സ്യം തുടങ്ങിയ ജീവികളുടെ കുടലിൽ പറ്റിപ്പിടിച്ചു നിന്ന് അവരുടെ ശരീരത്തിലെ ന്യൂട്രിയൻസ് ഊറ്റിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഈ പറഞ്ഞ ജീവികളെയെല്ലാം മനുഷ്യർ ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാരസൈറ്റുകൾ മനുഷ്യരുടെ ശരീരത്തിലേക്ക് എത്തുകയും പിന്നീട് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മലിനമായ ജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമെല്ലാം ഒരു ജീവിയിലേക്ക് എത്തുന്ന ഈ വിരകൾ ആ ജീവിയെ ഹോസ്റ്റായി തിരഞ്ഞെടുക്കുകയും അവരുടെ കുടലിൽ തങ്ങളുടെ വായുഭാഗത്തുള്ള സക്കറുകളും ഹുക്കും ഉപയോഗിച്ച് പറ്റിപ്പിടിച്ച് നിൽക്കുകയും പിന്നീട് ഹോസ്റ്റിന്റെ ശരീരത്തിലെ ന്യൂട്രിയൻസ് ഊറ്റിയെടുത്ത് വളരുകയും ചെയ്യും. ഇങ്ങനെ വളരുന്ന ഈ വിരകൾ മുട്ടയിടുകയും അത് ഹോസ്റ്റിന്റെ വിസർജ്യത്തിലൂടെ പുറത്തെത്തുകയും മറ്റു ജീവികളെ ബാധിക്കുകയും ചെയ്യും. ഇതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് ഇവരുടെ ഹോസ്റ്റിനെ ഏതെങ്കിലും ജീവികൾ ഭക്ഷിക്കുമ്പോഴാണ്. ആ സമയത്ത് ഈ വിരകളോ അവരുടെ മുട്ടയോ ആ ജീവിയിലേക്കും എത്തുകയും ഈ സൈക്കിൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പച്ചമാംസം കഴിക്കുന്നതിലൂടെയും കഴുകി വൃത്തിയാക്കാത്ത പഴങ്ങളോ പച്ചക്കറികളോ ഭക്ഷിക്കുന്നതിലൂടെയും ടോയ്ലറ്റിൽ പോയതിനു ശേഷമോ മറ്റു മൃഗങ്ങളെ തൊട്ടതിനു ശേഷമോ എല്ലാം കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും മറ്റു ജീവികളുടെ ചാണകം പോലുള്ള വിസർജ്യമോ അതായ മണ്ണുമായോ ഉണ്ടാകുന്ന കോണ്ടാക്റ്റിലൂടെയുമെല്ലാം മനുഷ്യരിലേക്ക് ഈ വിര കടന്നുകൂടാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെത്തുന്ന ടാപ്പ് വർമുകൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മുടെ ജീവന് വലിയ ആപത്താവാറില്ല. പക്ഷേ ടാനിയ സോളിയം പോലുള്ള മനുഷ്യരുടെ തലച്ചോറിനെ ബാധിക്കുന്ന സിസ്റ്റിസെർക്കോസിസ് പോലുള്ള രോഗങ്ങൾ പരത്തുന്ന ടാപ്പ് വർം സ്പീഷീസുകൾ നമ്മുടെ ജീവന് പോലും ആപത്താവാറുണ്ട്. മൃഗങ്ങളിൽ നിന്നും മത്സ്യങ്ങളിൽ നിന്നും നമ്മളിലേക്ക് എത്തുന്ന ഈ വിരകൾ കാരണം ലോകത്തെമ്പാടും ഓരോ വർഷവും 50,000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ട് എന്ന് പറയപ്പെടുന്നു. മത്സ്യത്തിലൂടെ പടരുന്ന ടാപ്പ് വർമുകൾ നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽ ഉണ്ടാവാൻ കാരണമായ വിറ്റാമിൻ B12 ഊറ്റിയെടുക്കുകയും നമ്മളിൽ അനീമിയ ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം ബീഫ്, പോർക്ക് തുടങ്ങിയ മാംസത്തിലൂടെ വരികയാണെങ്കിൽ അത് സിസ്റ്റിസെർക്കോസിസ് എന്ന അസുഖം വരുത്തും. ഈ അവസ്ഥയിൽ ടൈപ്പ് വർം ലാർവകൾ നമ്മുടെ മസിലുകളിലും കണ്ണിലും തലച്ചോറിലുമെല്ലാം എത്തുകയും നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. സാധാരണയായും ടാപ്പ് വർം ഇൻഫെക്ഷൻ തിരിച്ചറിയാൻ മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുക്കാറുണ്ട്. സിംറ്റംസ് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഛർദിൽ, വയറുവേദന, വയറിളക്കം, പെട്ടെന്നുള്ള ഭാരം നഷ്ടപ്പെടലൊക്കെ ഉണ്ടാകും. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റിൽ പോയതിനു ശേഷവുമെല്ലാം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുന്നതിലൂടെയും പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നതിലൂടെയും ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതിലൂടെയുമെല്ലാം നമുക്കൊരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ തടയാൻ സാധിക്കും.